ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ പ്രശസ്ത കവി ഗാനരചയിതാവ് അദ്ദേഹത്തെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അത് കഴിയുന്നതോടൊപ്പം തന്നെ ഈ ആദ്യത്തെ സെഷൻ്റെ നന്ദിയും ദീപ ടീച്ചർ പറയും. അതോടൊപ്പം തന്നെ കവിയരങ്ങ് ഇതിൻ്റെ കൂടെ തുടങ്ങണം. അപ്പം എനിക്ക് തോന്നുന്നു വേദി മുഴുവൻ ഒഴിഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ട് ജനൻ മാഷ്, ഡോക്ടർ ശ്രീലത വർമ്മ, എടപ്പാൾ സുബ്രഹ്മണ്യൻ, ഡോക്ടർ ദിവ്യ എൻ, സുബീഷ് തെക്കോട്ട്, വിജേഷ് എടക്കുനി, പ്രസാദ് കാക്കശ്ശേരി, എസ് രാജൻ, ചാക്കോടി അന്തിക്കാട്, കൃഷ്ണൻ സൗവർണിക, രാധിക സനോജ്, നീതു സുബ്രഹ്മണ്യൻ, സ്മിത ഗിരീഷ്, ഗീത ടി, സുഭാഷ് പോണോളി, മനീഷ മുകേഷ് ലാൽ, ജൈന ചക്കമടത്തിൽ, അപർണ അനീഷ്, മേഘ സി, സിന്ധുഭദ്ര, തിയോസി എന്നവർ സ്റ്റേജിലേക്ക് വരണം. വരൂ വരൂ വരൂ, മടിക്കണ്ട, വിളിച്ചവരൊക്കെ വരൂ. ഇവിടെ സീറ്റ് ഇഷ്ടംപോലെയാണ്. എങ്കിൽ നമുക്ക് തുടങ്ങാം. വരൂ, എല്ലാവരും വരൂ. ഇല്ലെങ്കിൽ നമുക്ക് സമയം ഒരുപാട് വൈകും. ഇനി ഒരു അധ്യക്ഷൻ എന്ന നിലയിൽ ഇനി എനിക്കിവിടെ സ്ഥാനമില്ല. അതുകൊണ്ട് ആ സ്ഥാനം ഞാൻ ഈ കവിയരങ്ങിൻ്റെ ഇത് നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഇതിലേറ്റവും സീനിയർ മോസ്റ്റ് എനിക്ക് തോന്നുന്നു ജനൻ മാഷാണ് തോന്നുന്നു. ജനൻ സാറിന് വളരെ സ്നേഹപൂർവ്വം ഇതിനു വേണ്ടി ക്ഷണിക്കുകയാണ്. ഞാൻ മൈക്ക് അങ്ങോട്ട് കൈമാറും. അപ്പോൾ ഏതായാലും ഉദ്ഘാടനത്തിനായി കവിയരങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിനായി ഉദ്ഘാടനത്തായി ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ വളരെ സന്തോഷത്തിലാണെന്ന്. അതിന് കാരണം ഈ കലാഗ്രഹത്തിൽ എത്തിയപ്പോഴാണ്. എൻ്റെ നാട്ടിലെ ഒരു അധ്യാപകനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് കുറിഞ്ചു മാഷ് എന്നാണ്. അദ്ദേഹം നന്നായിട്ട് ഇംഗ്ലീഷ് അറിയാവുന്ന ഒരാളായിരുന്നു. ഇംഗ്ലീഷിനെ പേടിയുള്ളതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തിന് പേടിയായിരുന്നു. അത് ഞങ്ങളുടെ സ്കൂളിൽ മാഷായിരുന്നു പഴയ കാലത്ത്. പിന്നീട് അത് അദ്ദേഹം ട്യൂഷൻ നൽകി, കുട്ടികൾക്കൊക്കെ ഇംഗ്ലീഷ് ട്യൂഷൻ. അവരുടെ അപ്പോൾ ആ പറഞ്ഞു മാഷിൻ്റെ 2 മക്കളാണ് റോജൻ, അച്ഛനും. അതെ തെറ്റി പറഞ്ഞ അച്ഛൻ ഇടപെട്ടാലും തെറ്റിയത്. അപ്പം എനിക്ക് വലിയ അഹങ്കാരം തോന്നി. കാരണം എന്ന് വെച്ചാൽ ഇവരാണ് ഇവരുടെ അമ്മ എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു ആഹ്ലാദം ഉണ്ടല്ലോ, അതുകൊണ്ടായി. മാത്രമല്ല, ഞാൻ ടീച്ചറെ കണ്ടിട്ട് ഒരുപാട് നാളുകളായി. ഞങ്ങൾ പുരോഗമന കലാ സാഹിത്യത്തിൻ്റെ മീറ്റിങ്ങുകളിലും കവിയരങ്ങളിലൊക്കെ ഒന്നിച്ചുണ്ടായി. അച്ഛനെ കണ്ടതുപോലെ തന്നെ അമ്പിളിയുടെ ഒരു ചിത്രം ഞങ്ങളൊക്കെ വിളിച്ചിരുന്നതിന് ഉദ്ഘാടന സെക്ഷനിലേക്കൊക്കെ ഞാനും ജയരാജ് വരെയൊക്കെ ഉള്ളൊരു സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഭയങ്കര കലയോട് ഭയങ്കര ഉള്ളിൽ സ്നേഹമുള്ള കാരണം ഇവരും സ്നേഹമായി. അത് ഏങ്ങണ്ടിക്കാരോട് എനിക്ക് വലിയ, ഞങ്ങൾക്ക് ശരിക്കും രാമുകാരിയുടെ നാട്ടിലുള്ള ആളുകളൊക്കെ. അപ്പോൾ അതിൻ്റെയൊക്കെ അതോറിറ്റി ഞങ്ങളാണെന്ന് ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്, അഹങ്കാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏങ്ങണ്ടിയൂരിലെ സാമീപ്യം ഇവിടെ ഉണ്ടായി. തന്നെയല്ല, കലയും എല്ലാ രീതിയിലുള്ള കലയും, ചിത്രരചനയും കാവ്യ കലയൊക്കെ ഒന്നിച്ച് ചേരുന്നൊരു കലാഗ്രഹം ആയതുകൊണ്ടൊക്കെ വലിയ സന്തോഷം തോന്നുന്നുണ്ട്. അതിവർത്തനം പറയുന്നത് കുറേ കവികളുണ്ട്. ഞാനൊരു വലിയ കവിതയല്ല, അതിൻ്റെ പേര് ചേരി എന്നാണ്. ചോർന്നൊലിക്കണ ആകാശത്തിനു കീഴയുള്ളോരെ, ചേരിയിലെ കൂരയിലും മഴ നനയണോരെ. ചോർന്നൊലിക്കണ ആകാശത്തിന് കീഴയുള്ളോരെ, ചേരിയിലെ കൂരയിലും മഴ നനയണോരെ. ചേറിലാണ്ടു വിണ്ടു കീറി നീറി നിൽപ്പോരെ, വേർപ്പണിഞ്ഞ് നെഞ്ചരിച്ച് ചോര നീറ്റണോരെ. നിങ്ങളുടെ കറുകറുപ്പിൻ്റെ കഥയറിഞ്ഞില്ലല്ലോ, നിങ്ങളുടെ കരളുറപ്പിൻ്റെ കനലറിഞ്ഞില്ലല്ലോ. നിങ്ങളുടെ തുടിതാളത്തിലും നെറിവുറയണല്ലോ, പാടിയ പാട്ടിലെല്ലാം തീ വറക്കണല്ലോ. പകൽ നിറഞ്ഞെത്തും പകൽ വെളിച്ചത്തിൽ പകച്ചു നിന്നില്ലല്ലോ. നിങ്ങൾ ഇഴയും പാമ്പായി ഇരുളും വന്നെത്തി പത്തിരിക്കണല്ലോ.
മുന്നിൽ പത്തി വിരിക്കണല്ലോ. നശിച്ച ജീവിതം ചുമലിലേറ്റുവാൻ വിധിച്ചതാരാവോ? ഉദിക്കുമിങ്ങട ഗതിക്കു പായുവാൻ തടസ്സമെന്താവോ? ഒരിക്കലെങ്കിലും പൊൻകിനാവിന്റെ പടി കടന്നിട്ടുണ്ടോ? തെളിച്ചമുള്ളൊരു നാൾ വരുമെന്ന് കൊതിച്ചു നിന്നിട്ടുണ്ടോ? ഒരിക്കലെങ്കിലും പൊൻകിനാവിന്റെ പടി കടന്നിട്ടുണ്ടോ? തെളിച്ചമുള്ളൊരു നാൾ വരുമെന്ന് കൊതിച്ചു നിന്നിട്ടുണ്ടോ? വളരെ സ്നേഹത്തോടെ ആദരവോടെ അഭിമാനത്തോടെ തന്നെ ഈ കഴിഞ്ഞ ഉദ്ഘാടനം ചെയ്തിട്ട് ഞാൻ നിങ്ങളെ അറിയിച്ചു. അശോകൻ പുത്തൂർ കവി കൂടിയുണ്ട്, പദ്യത്തിൽ കൂടി ക്ഷണിക്കുകയാണ്. ഒരു കസേര കൂടിയുണ്ട് ഇരിക്കാൻ. സുഭാഷ് മാഷ് ഇരിക്കുക, ഒരു കസേര കൂടിയുണ്ട്. എനിക്ക് തോന്നുന്നു ചിലർ തിരക്ക് പറഞ്ഞ് അങ്ങനെ ആളുകൾ. അപ്പോൾ ഞാനൊന്ന് കൃഷ്ണൻ സൗവർണ്ണയ കവിത ചൊല്ലി ക്ഷണിക്കാം. അല്ലേ, തിരക്ക് പറഞ്ഞ വരും വരുന്നില്ല. കുറച്ച് വേഗം വിളിക്കണം എന്നാണ് വിളിച്ചത്. കവിത ചൊല്ലാൻ ചൊല്ലിക്കിട്ടു. എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ. റീബ ടീച്ചർ പരിചയപ്പെടുമ്പോൾ റീബ ടീച്ചർ ധാരാളം സംസാരിക്കാറുള്ളത് അനിയനെ കുറിച്ചാണ്, അദ്ദേഹം രചിച്ചിട്ടുള്ള ചിത്രങ്ങളെ കുറിച്ചാണ്. റീബ ടീച്ചറുടെ ഈ കാവ്യ സഞ്ചാരത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് അമ്മപ്പോതി എന്ന ഒരു കവിത ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. എൻ്റമ്മയും ഒരു പെണ്ണ്, എൻ്റമ്മയും ഒരു പെണ്ണ്, നാട്ടിലെ തണ്ടാത്തിയും ഒരു പെണ്ണ്. എൻ്റമ്മയും ഒരു പെണ്ണ്, നാട്ടിലെ തണ്ടാത്തിയും ഒരു പെണ്ണ്. ഉമ്മച്ചി പെണ്ണ്, മാട്യാറ് പെണ്ണ്, നാടു ഭരിച്ചൊരു രാജാവിനെ പെറ്റ കോലോത്ത തമ്പ്രാട്ടിയമ്മയും പെണ്ണ്. എൻ്റമ്മയും ഒരു പെണ്ണ്. ചോദിയ കളരിക്കുരുക്കത്തിൽ നിന്നും ഒടിവിദ്യയും നേടി അറിവാളനായിട്ടും ജാതിവേദത്തിന്റെ കുത്താലറം പറ്റി ചത്ത് തൊലയുവാൻ തൊലി കൊണ്ട തൊണ്ടച്ചനായി വിധിയാലെ കാടിവെള്ളത്തിന് പുരതുള്ളി പാതൊരു കാലിക്ക് കൂട്ടായ വെള്ളച്ചി ഒരു പെണ്ണ്. എൻ്റമ്മയും ഒരു പെണ്ണ്, ഉച്ചിലപ്പോതിയും പെണ്ണ്. പേറ്റുപുരയിലെ എറമുളം തട്ടിൽ ഉടുമുണ്ട് കെട്ടിയ പിടിവള്ളിയിൽ തൂങ്ങി പകിരിത്തിരിഞ്ഞാടി പാതിരാ നേരത്ത് കതിരിലെ പതിരായ ചാപ്പിള്ളയെ തെരഞ്ഞെത്തുന്ന എതിരുപോൽ നെടുളാന്റെ കണ്ടത്തിനൊപ്പമേ കൂവിയും കാറിയും മുക്കിയും മൂളിയും പേറും പിറപ്പും കരിഞ്ഞ് കിതച്ചിട്ട് ഈ കരിക്കുട്ടിയെ നോക്കി വെളുക്കൻ നിന്നു ചിരിച്ചതാണമ്മ. എൻ്റമ്മയും ഒരു പെണ്ണ്, മലവാരം വാഴുന്ന മലവാഴിയമ്മയും പെണ്ണ്. എൻ്റമ്മയും ഒരു പെണ്ണ്, മലവാരം വാഴുന്ന മലവാഴിയമ്മയും പെണ്ണ്. മിന്നം വെളുക്കുമ്പം മിറ്റമടിച്ചും തുടച്ചും കിതച്ചും കണ്ണീരുകൊണ്ട് കരിക്കലം മോറിയും പദം പറഞ്ഞെണ്ണിപ്പെറുക്കിയിട്ട് കല്ലരിച്ചേറിക്കൊഴിച്ച് ഇടനെഞ്ചിലെരിയും കനൽ തീ തിളകേറ്റി
വട്ടത്തിലാറ്റിയിട്ട് കരിക്കാടി തെല്ലോളം മോന്തി കുടിച്ചിട്ട് മുഖമെന്നു കാന്തന്റെ ഇണക്കാളയാകുവാനോടി കിതച്ചെത്തി മേലാള തമ്പ്രാന്റെ പുലയാട്ടിൽ കലി കയറി ചേറി നുളച്ച് പുതയ്ക്കും വയറിന്റെ കത്തലും മാറ്റുവാനിരുന്നു തമ്പ്രാട്ടിൽ പെണ്ണിനോടന്തിക്ക് ഒരു മടി നെല്ലിനരങ്ങു കരഞ്ഞൊരു അടിയാത്തിയാണ് എൻ്റെ അമ്മ. എൻ്റെ അമ്മയും ഒരു പെണ്ണ്, മച്ചിലപ്പോതിയും പെണ്ണ്. എൻ്റെ അമ്മയും ഒരു പെണ്ണ്, മച്ചിലപ്പോതിയും പെണ്ണ്. പുളിച്ചതെന്നല്ലാതെ ഉപ്പെന്നും മിണ്ടുവാനാകാത്ത കാലം കടന്ന് ശീതരക്തം പായും അടിമബോധത്തിലെ തിരം വിളിച്ചെത്തിയ ചുടുരക്തം സിരകളിൽ ഏറെ നിറഞ്ഞ നാൾ ഉടൽനീതിയും തേടി ഉടൽനീതിയും തേടി മാറുമറയ്ക്കുവാൻ ഒരു തുണി കീറിന മുലയറുത്തേക്ക് നെറ്റിലേർ പൊപ്പി കുടഞ്ഞെറിഞ്ഞൊറ്റയ്ക്ക് ജാതി വർണ്ണങ്ങൾക്ക് നേരെ പൊരുതിയ നങ്ങേലിയാണ് എൻ്റെ അമ്മ. എൻ്റെ അമ്മയും ഒരു പെണ്ണ്, നടുനൂറ്റി നിന്നൊരു പെണ്ണ്. എൻ്റെ അമ്മയും ഒരു പെണ്ണ്, നടുനൂറ്റി നിന്നൊരു പെണ്ണ്. ഉച്ചനീചത്വത്തിൽ ചുട്ടതയിൽ നിറന്തലം പൊള്ളി കത്തുന്ന നേരത്തും നവധാരികപ്പൂരിലേറ്റ കുറിപ്പാടി ചന്ദ്രനത്തേക്കാതെ ഉപ്പിട്ട് നീറ്റിച്ച് വീറാല തീറ്റി കളം കൊണ്ട് തുള്ളുന്ന കണ്ണകിയാണ് എൻ്റെ അമ്മ. എൻ്റെ അമ്മയും ഒരു പെണ്ണ്, കോയ്മയ്ക്ക് തീയിട്ട് പന്തമായി നിൽക്കും കരിങ്കാളി അമ്മയും പെണ്ണ്. കോയ്മയ്ക്ക് തീയിട്ട് പന്തമായി നിൽക്കും കരിങ്കാളി അമ്മയും പെണ്ണ്, കരിങ്കാളി അമ്മയും പെണ്ണ്. നന്ദി കൃഷ്ണസഹൃദയം. ഞാൻ ഈ ക്രമത്തിൽ വിളിക്കാനാണ് ആദ്യം വിചാരിച്ചത്. പക്ഷെ ഒന്നിനൊക്കെ തിരക്ക് പറഞ്ഞുകൊണ്ട് ഞാനതങ്ങനെ കേട്ടത്. അപ്പോൾ നമ്മുടെ കൂടെയുള്ള CS രാജൻ അവർക്ക് കുറച്ച് തിരക്കുന്നു. അപ്പോൾ അവർ ഞാൻ നേരത്തെ വിളിക്കുക. ഒരു വീടിനെ ഒരു കലാഗ്രഹമായി അപ്ഗ്രേഡ് ചെയ്ത എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് അഭിനന്ദനങ്ങൾ. ഈ വീട്ടിൽ കവയത്രിയായ ഒരു അമ്മയുണ്ടായിരുന്നു, സെരീൻ ടീച്ചർ. ആ കവിത പോലെ ആർദ്രമായ ആ അമ്മയുടെ സ്നേഹവാത്സല്യങ്ങൾ ഒരുപാട് അനുഭവിക്കാൻ ഭാഗ്യമുണ്ടായ ഒരാളാണ് ഞാൻ. ആ അമ്മയുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ നമിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി ഈ കവിത സമർപ്പിക്കുന്നു. കവിത സായാഹ്ന. ഭൂമിയിൽ നിന്ന് തിരിച്ചു പോകുന്നവരുടെ വഴിയാണിത്. വേരുകൾ അറ്റുപോയ സമയം ഭാരഹീനമായി പാറി വീഴുന്ന പകലിൻ്റെ അടിത്തട്ട്. ഭൂമിയിൽ നിന്ന് തിരിച്ചു പോകുന്നവരുടെ വഴിയാണിത്. വേരുകൾ അറ്റുപോയ സമയം ഭാരഹീനമായി പാറി വീഴുന്ന പകലിൻ്റെ അടിത്തട്ട്. ജീവിതത്തിൽ പുതഞ്ഞു കിടന്ന് ചിറകുമുളച്ച നിഴലുകൾ മടങ്ങിയെത്തുകയാണ്. ജീവിതത്തിൽ പുതഞ്ഞു കിടന്ന് ചിറകുമുളച്ച നിഴലുകൾ മടങ്ങിയെത്തുകയാണ്. ഉറുമ്പുകളുടെ പണിശാലയിൽ അവസാനത്തെ വെയിൽ ഊഴം കാത്തു കിടക്കുന്നു. ഉറുമ്പുകളുടെ പണിശാലയിൽ അവസാനത്തെ വെയിൽ ഊഴം കാത്തു കിടക്കുന്നു. ഭാവിയിലേക്ക് പറന്നുപോയ വെളിച്ചത്തിൻ്റെ വിരൽപ്പാടുകളെ ഭൂമിയിൽ നിന്ന് പോകുന്നവരുടെ മാർഗഭൂപടമായി വായിക്കുകയാണ് ഞാൻ. ഭാവിയിലേക്ക് പറന്നുപോയ വെളിച്ചത്തിൻ്റെ വിരൽപ്പാടുകളെ ഭൂമിയിൽ നിന്ന് മടങ്ങിപ്പോകുന്നവരുടെ മാർഗഭൂപടമായി വായിക്കുകയാണ് നാം. പല ലോകങ്ങളുടെ ആനന്ദങ്ങൾ മുറിവേൽപ്പിച്ച ചിറകുകളുമായി പറന്നിറങ്ങിയതാണ് നീ. പല ലോകങ്ങളുടെ ആനന്ദങ്ങൾ മുറിവേൽപ്പിച്ച ചിറകുകളുമായി പറന്നിറങ്ങിയതാണ് നീ. ആകാശത്തിൻ്റെ ലിപികൾ മാഞ്ഞുപോയ ഇലകൾ വയലിനുകളായി വിളുമ്പുന്നത് കാതോർക്കുകയാണ് ഞാൻ. ആകാശത്തിൻ്റെ ലിപികൾ മാഞ്ഞുപോയ ഇലകൾ വയലിനുകളായി വിളുമ്പുന്നത് കാതോർക്കുകയാണ് ഞാൻ. പകലിനെ മുറിച്ചൊഴുകുന്ന ഉച്ചസമയത്തിൻ്റെ മറുകരയിലാണ് നമ്മുടെ വീടുകൾ.
പകലിനെ മുറിച്ചൊഴുകുന്ന ഉച്ചസമയത്തിൻ്റെ മറുകരയിലാണ് നമ്മുടെ വീടുകൾ. അവിടെ വള്ളിച്ചെടികളായി പടർന്നു നിൽക്കുന്ന അമ്മമാർക്കിടയിൽ വിഷാദിയായ ദൈവം ചിറകനക്കുന്നുണ്ട്. അവിടെ വള്ളിച്ചെടികളായി പടർന്നു നിൽക്കുന്ന അമ്മമാർക്കിടയിൽ വിഷാദിയായ ദൈവം ചിറകനക്കുന്നുണ്ട്. ഓർമ്മ അണഞ്ഞുപോയ നിന്റെ സ്നേഹിതയുടെ കവിതകൾ പുളിയിലകളുടെ മഴയായി ഉതിർന്ന് നിറയുന്നുണ്ട്. ഓർമ്മ അണഞ്ഞുപോയ നിന്റെ സ്നേഹിതയുടെ കവിതകൾ പുളിയിലകളുടെ മഴയായി ഉതിർന്ന് നിറയുന്നുണ്ട്. മറവിയിലേക്ക് വറ്റിപ്പോയ പുഴയുടെ അടിത്തട്ടിൽ മിടിപ്പെടുങ്ങാത്ത ഒറ്റ നക്ഷത്രത്തിന് മത്സ്യങ്ങൾ കാവൽ നിൽക്കുന്നു. മറവിയിലേക്ക് വറ്റിപ്പോയ പുഴയുടെ അടിത്തട്ടിൽ മിടിപ്പെടുങ്ങാത്ത ഒറ്റ നക്ഷത്രത്തിന് മത്സ്യങ്ങൾ കാവൽ നിൽക്കുന്നു. തുറന്നടയുന്ന കണ്ണുകളായി പെയ്തിറങ്ങുന്ന കാറ്റ് നമ്മുടെ കാഴ്ചയുടെ കര കവിയുന്നു. തുറന്നടയുന്ന കണ്ണുകളായി പെയ്തിറങ്ങുന്ന കാറ്റ് നമ്മുടെ കാഴ്ചയുടെ കര കവിയുന്നു. നിശബ്ദത പോറലുകൾ വീഴ്ത്തിയ ജലക്കണ്ണാടിയിൽ നമ്മുടെ പ്രതിബിംബങ്ങളുടെ വിരൂപമായ മറുപുറം കാണുകയാണ് നാം. നിശബ്ദത പോറൽ വീഴ്ത്തിയ ജലക്കണ്ണാടിയിൽ സ്വന്തം പ്രതിബിംബങ്ങളുടെ വിരൂപമായ മറുപുറം കാണുകയാണ് നാം. വെളിച്ചത്തെ ചിറകുകളായി അണിഞ്ഞിരുന്ന നീ എന്നിൽ നിന്നും വേർപെട്ട് വിവസ്ത്രനായി നടന്നു പറയുന്നു. വെളിച്ചത്തെ ചിറകുകളായി അണിഞ്ഞിരുന്ന നീ എന്നിൽ നിന്ന് വേർപെട്ട് വിവസ്ത്രനായി നടന്നു മറയുന്നു. ഇരുട്ടും വെളിച്ചവും ഉപേക്ഷിച്ചു പോയ ഭൂമിയുടെ ഈ ശൂന്യസമയത്തെ ചിറകടികളും ഉണർച്ചകളും കൈയടക്കുന്നു. ഇരുട്ടും വെളിച്ചവും ഉപേക്ഷിച്ചു പോയ ഭൂമിയുടെ ഈ ശൂന്യസമയത്തെ ചിറകടികളും ഉണർച്ചകളും കൈയടക്കുന്നു. ഭാഷയില്ലാത്തവയുടെ അഗാധമായ കരച്ചിലുകൾ കൂട്ടിയിരിക്കുന്നു നിനക്ക് മുമ്പേ ഇല്ലാതായ ഞാൻ. ഭാഷയില്ലാത്തവയുടെ അഗാധമായ കരച്ചിലുകൾക്ക് കൂട്ടിയിരിക്കുന്നു നിനക്ക് മുമ്പേ ഇല്ലാതായ ഞാൻ. നന്ദി. നന്ദി സി എസ് രാജൻ. ഈ ജിനൻ ഭാഷ സ്നേഹപൂർവ്വം പ്രിയമുള്ളവരെ, ദീപ വിളിച്ചാൽ പിന്നെ വരാതിരിക്കാൻ വളരെ ദൂരം നിന്ന് വരുന്നത്. തൃശ്ശൂരിൽ നിന്ന് 1.5 മണിക്കൂർ പോയിട്ട് അവിടെ എത്തുള്ളൂ, രാത്രി എത്തില്ല. അതുകൊണ്ട് ഞാൻ കിട്ടണം, ഇവിടെ പോകണം. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോഴാണ് കേച്ചേരിയിൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക് കാണുന്നത്. അവിടെ വന്നപ്പോഴും ഞാൻ അവിടെ വർക്ക് ചെയ്തിരുന്നതാണ് കുറച്ച് നാൾ. അപ്പോൾ എൻ്റെ ഓർമ്മകൾ അങ്ങോട്ട് പോയി. ഈ കേച്ചേരിയുടെ അടുത്താണ് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. സന്തോഷം അവിടെ വന്നപ്പോൾ അവിടെ ഈശ്വരി കേച്ചേരി ഇവിടെ അടുത്താണ്. എന്തായാലും ഞാൻ എനിക്ക് സംഗീതത്തിൻ്റെ അകപടി വേണ്ട, സംഗീതം ഞാൻ കേൾക്കില്ല, അത് വേണ്ട. അപ്പോൾ ഇവിടെ മരങ്ങൾ മിണ്ടി തുടങ്ങിയാൽ അവ മരിക്കുന്നവരെ ചിലത് പറയാനുണ്ടാവില്ല. എൻ്റെ ഒരു ചെറിയ കവിത ഇതിലാണ്. അതായത് മുറിവേറ്റ പാട്ട്. ഒരു ചില്ല മുറിച്ചേയുള്ളു, ഒരു കൂട് മറിഞ്ഞേ വീണു, ഒരു മുട്ടയുടഞ്ഞു വാനം മുറിവേറ്റു കിടന്നതുപോലെ, പിറവിക്കായി കാത്തുകിടന്നൊരു കിളിയൊന്നു കരഞ്ഞു കുഞ്ഞി, ചിറകിൻ്റെ അനക്കം പെട്ടെന്നതുപോലും പിന്നെ നിലച്ചു. ഒരു ജന്മം മുഴുവൻ പാടാൻ കൊതിയുള്ളൊരു ചുണ്ടിൽ കേട്ടത് ഇടനെഞ്ചു നിലയ്ക്കും പോലും ഇടയുന്ന ഞരക്കം മാത്രം. ഒരു വാക്ക് മുറിഞ്ഞതുപോലെ, ഒരു നാക്ക് തളർന്നതുപോലെ, ഒരു വാക്ക് മുറിഞ്ഞതുപോലെ, ഒരു നാക്ക് തളർന്നതുപോലെ. ഇത്രേ ഉള്ളൂ. നന്ദി ജിനൻ മാഷ്. ഡോക്ടർ ശ്രീലത വർമ്മ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട റീബയ്ക്കും സഹോദരനും എഴുത്ത് ജീവിതത്തിലെ എല്ലാ ആശംസകളും നേരുന്നു. ഈ ഒരു വ്യത്യസ്തമായിട്ടുള്ള പുസ്തക പ്രകാശന ചടങ്ങിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അച്ഛനമ്മമാരുടെ ഓർമ്മയ്ക്ക് മുന്നിൽ മക്കൾ സമർപ്പിക്കുന്ന ഈ ഒരു കലമുണ്ട്, കലാജീവിതത്തിലൂടെ സമർപ്പിക്കുന്ന ഈ ആദരം എല്ലാ തരത്തിലും അതിൻ്റെ ആ ഒരു നന്മയുടെ പ്രകാശം ചൊരിഞ്ഞു നിൽക്കുകയാണ്. അതിൻ്റെ സന്തോഷം വീണ്ടും
പങ്കുവച്ചുകൊണ്ട് എൻ്റെ കവിത അവതരിപ്പിക്കട്ടെ. കവിത ദീപ്തം എന്നാണ് കവിതയുടെ പേര്. ഈ മെയ് മാസത്തിലെ പ്രഭാതരശ്മിയിൽ പ്രസിദ്ധീകരിച്ച് വന്ന കവിതയാണ് ദീപ്തം. സ്നേഹമെന്നുള്ള വാക്ക് ഞാൻ കേൾക്കുന്നു, തെന്നി നീങ്ങുന്ന കാറ്റിൻ്റെ മൂളലിൽ, പാറി വീഴും മഴയുടെ താളത്തിൽ, പാഞ്ഞൊഴുകും പുഴയുടെ ഓളത്തിൽ. സൂര്യചന്ദ്രന്മാർ താരകൾ ഭൂമിയും, തീവയിലും തിളയ്ക്കും സമുദ്രവും, പക്ഷി പൂമ്പാറ്റ പുൽച്ചാടി പൂക്കളും, പച്ചിലകളും പൂവണിച്ചില്ലയും, കാടകങ്ങളും കുന്നും മരങ്ങളും, കാട്ടുപൂഞ്ചോല തണ്ണീർത്തടങ്ങളും, സ്നേഹമാണെന്നു മന്ത്രിച്ചിടുമ്പോൾ ഞാൻ കാൺമതൊക്കെയും സ്നേഹമാം സ്നേഹമാം. കണ്ണിമ ചിമ്മി നോക്കുന്ന നേരത്തിൽ മാറിപ്പോകുന്നു സർവവും തൽക്ഷണം. ഒന്നുമില്ല പഴയപ്പോൾ പണ്ടെന്നോ കണ്ട മാതിരി എന്നുള്ള ചിന്തയും. തീരെ മാഞ്ഞുപോയി നിൻ തിളപ്പുകൾ, ചുട്ടുനീറുന്നു ചുറ്റിലും ഉഗ്രമായി. ഒന്നിനോടൊന്നു കൂടിക്കുഴഞ്ഞെന്നും വന്നുപോകും തിരക്കുമായി ജീവിതം. ഞൊണ്ടി ഞൊണ്ടി വലിഞ്ഞുകൊണ്ടെങ്കിലും ഇന്നും മുന്നോട്ടു തന്നെ ചലിക്കുന്നു. വിണ്ടതെങ്കിലും വീഥി തെളിയുന്നു, കൈകൾ കോർത്തു നാം മെല്ലെ നടക്കുന്നു. ലോകം മാറുന്നു, നമ്മളും ജീവിത സർഗസാരത്തെ സ്നേഹമെന്നോർക്കുന്നു. സ്നിഗ്ധകാന്തിയിൽ ലോകമേ നിൻമുഖം, വന്നുദിക്കുന്നു പ്രാണനിൽ നാൾക്കുനാൾ. സ്നിഗ്ധകാന്തിയിൽ ലോകമേ നിൻമുഖം, വന്നുദിക്കുന്നു പ്രാണനിൽ നാൾക്കുനാൾ. സ്നിഗ്ധകാന്തിയിൽ ലോകമേ നിൻമുഖം, വന്നുദിക്കുന്നു പ്രാണനിൽ നാൾക്കുനാൾ. എല്ലാവർക്കും നന്ദി. നന്ദി ഡോക്ടർ ശ്രീലത വർമ്മ. അടുത്തായി എടപ്പാൾ സുബ്രഹ്മണ്യ മാഷെ ക്ഷണിക്കുന്നു. വേദിയിലെയും സദസ്സിലെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഞാൻ മലപ്പുറം ജില്ലയിൽ നിന്ന് എടപ്പാളിൽ നിന്ന് കുടുംബസമേതം വന്നതാണ്. എൻ്റെ ജീവിത പങ്കാളിയും മകളും കൂടെയുണ്ട്. റീബ ടീച്ചറെ 3 പതിറ്റാണ്ട് മുമ്പ് തന്നെ ഈ കാവ്യ ജീവിതവുമായി ബന്ധപ്പെട്ട് തന്നെ പരിചയമുണ്ട്. ഞാൻ ഡയറ്റിൽ ജോലി ചെയ്യുമ്പോഴും സർവശിക്ഷാ അഭിയാൻ്റെ ജില്ലാ ഓഫീസറായി ജോലി ചെയ്യും. ഏതായാലും എൻ്റെ ഈ വാക്കുകൾ കേൾക്കുന്നത് ഈ ഇരിക്കുന്ന ആളുകൾ മാത്രമല്ല, ജീവനുള്ള 1000 ചിത്രങ്ങൾ കൂടിയാണ് എന്നുള്ള ബോധത്തോടു കൂടി ദീപ ടീച്ചറുടെ ഈ പുസ്തക പ്രകാശനത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ടീച്ചറുടെ കവിതയുടെ പേര് തന്നെ, പുസ്തകത്തിൻ്റെ പേര് തന്നെ വളരെ കൗതുകമുള്ളതാണല്ലോ, മരങ്ങൾ മിണ്ടാൻ തുടങ്ങിയ. അതുപോലെ ഒരു പേരുള്ളൊരു കവിത ഞാനിവിടെ, നമ്മൾ സാധാരണ കേട്ടിട്ടുള്ളത് കാക്ക കുളിച്ചാൽ കൊക്കാകുമോ എന്നല്ലേ. ഞാനൊരു കവിത നേരെ തിരിച്ചെഴുതിയിട്ടുണ്ട്, അതാണ് ഇവിടെ വായിക്കുന്നത്. കൊക്ക് കുളിച്ചാൽ കാക്കയാകും. ഇല്ല കൊക്കേ, നിനക്കൊക്കില്ല ഒരിക്കലും ഒരു കാക്കയാകുവാൻ. ആ കറുപ്പുണ്ടല്ലോ, അധ്വാനത്തിൻ്റെ ഉറപ്പ്, സ്വാതന്ത്ര്യത്തിൻ്റെ പറപ്പ്, കാലിരുമ്പിൻ്റെ കരുത്ത്. ഒറ്റക്കാലിൽ തപസ് ചെയ്താലും കാലുകളില്ലാതെ കാലാകാലം തലകുത്തി നിന്നാലും നിനക്ക് കിട്ടില്ല. മേനി മിനുപ്പാണ് വൃത്തി എന്ന നിന്റെ വൃത്തികെട്ട മേനി പറച്ചിൽ നിർത്തും. കാക്കയുടെ വൃത്തി നാടിൻ്റെ വൃത്തിയെന്ന് ഉറക്കത്തിൽ പോലും നിനക്ക് ഉറക്കെ വിളിച്ചു പറയാം.
കാക്കയുടെ ഐക്യം നിനക്ക് ഉരുവിട്ട് പഠിക്കാനുള്ള പാഠപുസ്തകമാണ്. നേരം വെളുത്തെന്നുണർത്താൻ എന്നും കാക്ക വരും. കൊക്കെ, നിനക്കാണെങ്കിൽ ഇന്നും നേരം വെളുത്തിട്ടില്ല. മുനിയെന്ന് വിളിപ്പേരുള്ള കൊക്കെ, അന്യൻ്റെ കുഞ്ഞിനെ പോലും സ്വന്തം കുഞ്ഞായി വളർത്തുന്ന കാക്കയെ കണ്ടാൽ നിനക്കൊന്ന് തൊഴുതുകൂടെ? നീ ഉറക്കം തൂങ്ങിയിരുന്നോ? കത്തുന്ന വിശപ്പിൽ കുഞ്ഞിൻ്റെ കയ്യിൽ നിന്നായാലും നെയ്യപ്പം തട്ടിയെടുക്കാമെന്ന പ്രത്യയശാസ്ത്രം വിളംബരം ചെയ്തു പ്രഭാതത്തെ കരഞ്ഞുണർത്തുന്ന കാക്കയെ, മരിച്ചാലും പുനർജനിക്കുന്ന നിനക്കു തരാം മതിയാവോളം ബലിച്ചോറ്. ഇത്രയൊക്കെ ആയിട്ടും കാക്ക കുളിച്ചാൽ കൊക്കാകുമോ എന്ന നിന്റെ ആ വെളുപ്പിൻ്റെ ഉളുപ്പില്ലായ്മ നീ അട്ടത്ത് വെച്ചുകൊള്ളുക. ആ കരി കൊണ്ടെങ്കിലും നിനക്കൽപ്പം കാക്കത്തം കിട്ടിയാൽ അത് നിന്റെ മഹാഭാഗ്യം. ആ കരി കൊണ്ടെങ്കിലും നിനക്കൽപ്പം കാക്കത്തം കിട്ടിയാൽ അത് നിന്റെ മഹാഭാഗ്യം. നന്ദി. മാഷുടെ മകൾ നീതു ഇവിടെ വരും. നീതു സുബ്രഹ്മണ്യനെ സ്നേഹപൂർവ്വം ക്ഷണിക്കും. വേദിയിലും സദസ്സിലുമുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. പുസ്തക പ്രകാശനങ്ങൾ വളരെയധികം നടക്കുന്നൊരു നാടാണ് നമ്മുടേത്. പക്ഷെ ഓരോ പുസ്തകവും പ്രകാശനം ചെയ്യപ്പെടുമ്പോൾ വളരെ വൈകാരികമായിട്ടുള്ള ചില സന്ദർഭങ്ങൾ വീണ് കിട്ടുക എന്നുള്ളത് അപൂർവമാണ്. അതുപോലെ അപൂർവമായിട്ടുള്ള ഒരു സദസ്സിൽ ഇങ്ങനെ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. എനിക്ക് ഏറ്റവും കൗതുകം തോന്നിയത് ഈ പുസ്തകങ്ങളുടെ തലക്കെട്ടുകൾ കേട്ടപ്പോഴാണ്. സാധാരണഗതിയിൽ ഒരു കവിതയ്ക്ക് ശീർഷകം കൊടുക്കലാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള പണി. അപ്പോൾ ഒരു പുസ്തകത്തിന് ഇത്ര മനോഹരമായിട്ടുള്ള പേര്, 2 പുസ്തകത്തിനും. ആദ്യത്തെ പുസ്തകം എന്ന് പറയുന്നത് ഒരു പുരോഹിതൻ്റെ പുസ്തകമാണ്. പുരോഹിതൻ്റെ പുസ്തകത്തിൻ്റെ പേര് നുണയൻ്റെ വാക്ക് എന്നാണ് എന്നുള്ളത് വളരെ കൗതുകം തോന്നി ആ പേര് കേട്ടപ്പോൾ. മറ്റൊന്ന് റീബ ടീച്ചറുടെ പുസ്തകത്തിൻ്റെ പേരും അതുപോലെ തന്നെയാണ്, മരങ്ങൾ മിണ്ടാൻ തുടങ്ങിയാൽ. അതൊരു ചോദ്യമാണ്. അങ്ങനെ തുടങ്ങിയാൽ എന്താണ് സംഭവിക്കുക എന്ന് ആ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. തീർച്ചയായിട്ടും 2 എഴുത്തുകാർക്കും വളരെയധികം ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആശംസകൾ അറിയിക്കുന്നു. ഞാനിൻ്റെ ഒരു കവിത അവതരിപ്പിക്കാം. കവിതയുടെ പേര് അടുക്കളയിലെ കവിത എന്നാണ്. അടുക്കളയിലെ കവിത. അടുക്കളയിലെ കവിതയ്ക്ക് എപ്പോഴും ചൂടാണ്. അടുപ്പിൻ്റെ ചൂട്, അമ്മയുടെ ചൂട്. വാക്കുകൾ കൃത്യമായി വെട്ടിമുറിക്കാനും തൊലി കളയാനും കരുതി വെച്ചിട്ടുണ്ട് കറിക്കത്തികൾ. ചിരതയുടെ നാക്കാണ് ചില വാക്കുകൾക്ക്. വരികൾക്ക് എരിവ് കൂട്ടുവാൻ ഡപ്പയിൽ ഇരിപ്പുണ്ട് ഇറച്ചി മസാലയും കാന്താരിയും. നാടൻ ബിംബങ്ങളിൽ വിതറാൻ കുരുമുളകാണ് നല്ലത്. കൂട്ടിയാലും കുറച്ചാലും കെട്ടുപോകും രുചിയെന്ന് ഉറക്കെ ചിരിക്കുന്ന കറിയുപ്പ്. കുളിക്കു മുമ്പ് കുഴഞ്ഞ വരികളെ തിളച്ച എണ്ണയിൽ കാച്ചിയെടുക്കാം. എപ്പോഴും കുക്കറിൻ്റെ മർദ്ദമാണ് ഉള്ളി. കടുകിടുമ്പോഴും വാക്കിടുമ്പോഴും കരുതിയില്ലെങ്കിൽ കണ്ണു പോകുമെന്നമ്മ. തീ കൂടുമ്പോൾ ചില കവിതകൾ പൊട്ടിത്തെറിക്കുമത്രേ. മഞ്ഞൾപ്പൊടി കുടഞ്ഞ് കറിവേപ്പില വിതറി അടച്ചു വെച്ച് ആവിയിൽ വെന്ത പൊരിച്ച കവിതയൊന്ന് നാക്കിൽ രുചിച്ചു നോക്കുമ്പോൾ ഹാ. അടച്ചു വെച്ച് ആവിയിൽ വെന്ത പൊരിച്ച കവിതയൊന്ന് നാക്കിൽ രുചിച്ചു നോക്കുമ്പോൾ ഹാ. ആ രുചി അനുഭവം ഈ പുസ്തകങ്ങൾ സമ്മാനിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.